ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചക്കക്കുരു, മാങ്ങ, മുരിങ്ങാക്കായ ഇത് മൂന്നും വെച്ചുകൊണ്ടുള്ള വളരെ രുചിയായിട്ടുള്ള ഒരു കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊന്ന് കഴുകി വാരി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു ഒരു പകുതി വേവായതിന് ശേഷം മാത്രമേ മറ്റുള്ള സാധനം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ചക്കക്കുരുവിൻ്റെ അത്രയും വേവ് തന്നെ മുരിങ്ങാക്കായ്ക്കും മാങ്ങയ്ക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പകുതി വേവ് വരെ നമുക്ക് ചക്കക്കുരു മാത്രം ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഒരു പകുതി വേവാൻ വേണ്ടി സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ മുരിങ്ങാക്കായ അതുപോലെ തന്നെ പച്ചമാങ്ങ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. പച്ചമാങ്ങ നല്ല പുളിയുള്ളതാണ്. പുളി ഉള്ളതിനനുസരിച്ചിട്ട് വേണം മാങ്ങ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. പിന്നീട് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ അല്പം കറിവേപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് കുക്കാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിനുള്ള അരപ്പിനുള്ള സാധനമൊക്കെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ 1 കപ്പ് ചിരകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് ചക്കക്കുരു, മാങ്ങയും മുരിങ്ങക്കായും ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ മിക്സ് ആക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് നമ്മൾ അരപ്പൊന്ന് വെന്ത് കിട്ടണം. അപ്പം നമ്മൾ അരപ്പൊക്കെ ഒന്ന് വെന്ത് കറിയൊക്കെ ഒന്ന് സെറ്റായി വരുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഈ വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും തന്നെ ഇത് ചിലപ്പം ഈ ഒരു കറി തയ്യാറാക്കുന്നുണ്ടാവും. മാങ്ങയും ചക്കക്കുരും ഒക്കെ ഉള്ളൊരു സീസണാണിപ്പം. അപ്പം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒരു താളിപ്പും കൂടി വേണം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് അല്പം ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്ത് 2 വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് അല്പം കറിവേപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ താളിപ്പും കൂടെ റെഡിയായി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.